നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കള്ളൻ ക്രൂശിൻ ഊറവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കുഞ്ഞാട്ടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. തന്മുറിവിൻ രക്തനീർ ഞാൻ കണ്ടതിനു ശേഷം വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്ത ഇന്നും എന്നും. വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്ത ഇന്നും എന്നും. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, നടന്നു വന്ന കാലങ്ങൾ, നടന്നു വന്ന വഴികൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സൗകര്യമായി ജീവിക്കുന്നവർ, ഇന്ന് സൗകര്യമായി സന്തോഷമായി കഴിയുന്നവർ, ഇന്ന് സൗഭാഗ്യകാലങ്ങൾ കഴിയുന്നവർ അവർ ഓർത്തുകൊള്ളണം പഴയ കാലങ്ങൾ. പഴയ കാലങ്ങൾ മറന്നാൽ അത് അഹങ്കാരത്തിലേക്ക് നയിക്കും. പഴയ കാലങ്ങൾ മറന്നാൽ നിങ്ങൾ അഹന്തയിലേക്ക് നയിക്കും. കൊടിയ ക്ഷാമത്തിലേക്ക് വരും. ക്ഷാമം വരുന്നതിന് മുൻപ് വേഗം എളിമപ്പെട്ടു കൊള്ളുക. ക്ഷാമം വരുന്നതിന് മുൻപ് താണുകൊള്ളുക. ക്ഷാമം വരുന്നതിന് മുൻപ് അതിവേഗം ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. നീ വീഴുന്നതിന് മുൻപ് ഇതാ മുൻപേ ഒരാൾ പോകുന്നു. അത് അഹങ്കാരമാണ്. അഹങ്കാരം പോയാൽ പിറകെ വരുന്നു താഴ്ച അല്ലെങ്കിൽ അധപ്പതനം. അഹങ്കാരം ആദ്യം പോകും, അധപ്പതനം പിന്നാലെ വരും. അഹങ്കാരം വന്നാൽ വീഴ്ച ഉറപ്പാണ്. ഓർത്തുകൊള്ളൂ, ഒന്നിലും അഹങ്കരിക്കരുത്. വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കരുത്, ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത്, ബന്ധുബലത്തിൽ അഹങ്കരിക്കരുത്, സൗകര്യങ്ങളിൽ അഹങ്കരിക്കരുത്, സമ്പത്തിൽ അഹങ്കരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒന്നിലും അഹങ്കരിക്കരുത്, ഒന്നിലും പ്രശംസിക്കരുത്. താഴുക, താഴുക, നിലംപറ്റ താഴുക, ആരുടെയും മുമ്പിൽ താഴുക. എല്ലാവരെയും മാന്യരായി എണ്ണുക, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുക. മറ്റുള്ളവരെയെല്ലാം എന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുക. എല്ലാവരെയും ആദരിക്കുക. ആരോടും പക്ഷഭേദമില്ലാതെ എല്ലാവരെയും ആദരിക്കുക. ദൈവത്തിന് സ്തോത്രം. കക്ഷിഭേദമില്ലാതെ, സഭാഭേദമില്ലാതെ, സമുദായ ഭേദമില്ലാതെ, മതഭേദമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, തരഭേദമില്ലാതെ എല്ലാവരെയും ആദരിക്കാൻ സാധിക്കുക. അത് യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കട്ടെ. ക്ഷാമം മാറും. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് വലഞ്ഞുപോയി. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ ശിക്ഷ നീ കൽപ്പിച്ചാൽ അത് ഞാൻ സ്വീകരിക്കല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ. ദാവീദ് പറയുകയാണ്, ജനത്തിനൊന്നും വരല്ലേ, ഞാനല്ലേ പാപം ചെയ്തത്. ദാവീദ് ഏറ്റു പറഞ്ഞു, ഞാനല്ലേ പാപം ചെയ്തത്. നമുക്ക് വായിക്കാം 24-17 വാക്യം. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്തു ചെയ്തു? ഈ ആടുകൾ, ഈ പാവപ്പെട്ട ജനം എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. കർത്താവേ, ഞാൻ ഏറ്റുകൊള്ളാം, ഞാനും എൻ്റെ പിതൃഭവനവും വഹിച്ചുകൊള്ളാം, ഞാൻ ശിക്ഷ ഏറ്റുകൊള്ളാം. കർത്താവേ, ഈ ജനത്തിന് ദോഷം വരല്ലേ, ഞാൻ മൂലം ഈ ജനത്തിന് ദോഷം സംഭവിക്കല്ലേ, ഞാൻ ഒരാൾ മൂലം പാവപ്പെട്ട ജനത്തിന് ഒരു കേടും വരല്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ എളിമപ്പെടുക. ദൈവത്തോട് പറയുക, കർത്താവേ, അവിടുന്ന് മനസ്സലിയണമേ. എൻ്റെ പാപം ഞാനാണ് പാപം ചെയ്തത്. എൻ്റെ പാപം നീ ക്ഷമിക്കുകയല്ല, ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ പാപം ക്ഷമിച്ചു തരണമേ, എൻ്റെ അഹങ്കാരം ക്ഷമിച്ചു തരണമേ, എൻ്റെ അവിവേകം ക്ഷമിച്ചു തരണമേ, എൻ്റെ അലസത ക്ഷമിച്ചു തരണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അശുദ്ധി ക്ഷമിച്ചു തരണമേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ ക്ഷമിച്ചു തരണമേ. നാഥ, എനിക്കിതിന് പരിഹാരം വരുത്താൻ കഴിവില്ല കർത്താവേ, പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ല. നാഥ, തിരുമുൻപാകെ 2 തുള്ളി കണ്ണീര് പൊഴിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിവില്ല. കുറ്റബോധത്തോടെ ഞാനിതാ വരുന്നു. തെറ്റുകളേറെ സംഭവിച്ചു പോയി, അബദ്ധങ്ങൾ വന്നുപോയി, അരുതായികൾ സംഭവിച്ചു പോയി. നാഥ, ഇന്ന് തിരുമുൻപാകെ വന്ന് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എൻ്റെ നാഥ, എൻ്റെ പാപം മൂലം എൻ്റെ ആത്മാവിൽ വ്രണം നിറഞ്ഞു പോയിരിക്കുന്നു, ആത്മാവിൽ കുഷ്ഠം ബാധിച്ചിരിക്കുന്നു. ആത്മാവിൽ കുഷ്ഠം ബാധിച്ചിട്ട് അതിന് ചികിത്സ ചെയ്യാൻ ഒരു പോംവഴിയുമില്ല. പല വൈദ്യന്മാരെയും കണ്ടു നോക്കി, പലരെയും സമീപിച്ചു നോക്കി, ആർക്കും എൻ്റെ രോഗം മാറ്റാൻ കഴിഞ്ഞില്ല. എൻ്റെ കർത്താവേ, പല വൈദ്യന്മാരെയും കണ്ട് അവർ ചെയ്ത ചികിത്സകൾ നോക്കി, പല വഴിപാടുകൾ കഴിച്ചു നോക്കി, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു നോക്കി, തീർത്ഥാടനങ്ങൾ നടത്തി നോക്കി, പള്ളി പെരുന്നാൾ ഏറ്റുകഴിച്ചു നോക്കി. എൻ്റെ കർത്താവേ, സാധുക്കൾക്ക് സഹായം ചെയ്തു നോക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ വീട്ടിലെ കെടുതികളും കഷ്ടപ്പാടുകളും മാറാൻ വേണ്ടി, അമ്മയുടെ ദുരിതവും ദുഃഖവും മാറാൻ വേണ്ടി, അമ്മ കോലഞ്ചേരി പള്ളി പെരുന്നാളെന്ന് മിഥുന 29-ാം തീയതി അന്ന് റോഡിൻ്റെ 2 വശത്തും നിറയെ ഇങ്ങനെ അങ്ങ് മെയിൻ റോഡ് വരെയും ഭിക്ഷക്കാരിരിക്കും. അവർക്കെല്ലാം ഭിക്ഷ കൊടുക്കാൻ ഒരു വലിയ തുക അമ്മ ചില്ലറയാക്കി കൊണ്ടുവന്ന് എല്ലാവർക്കും ഭിക്ഷ കൊടുത്തു. ആണ്ട് നോമ്പ് നോക്കി, പള്ളി പെരുന്നാൾ ഏറ്റുകഴിച്ചു. എന്തെല്ലാമാണ് ചെയ്തത്. പിറവംപള്ളിയിലേക്ക് 3 വൈദ്യങ്ങളുടെ നേർച്ച ആണ്ട് തോറും കഴിക്കാൻ നേർന്നു. കുന്നിക്കുരുട്ടി പള്ളിയിൽ പാമ്പ് മുറ്റും നേർച്ച നേർന്നു, ആൾരൂപം നേർച്ച നേർന്നു, ശനിയാഴ്ച കുർബാന നേർച്ച നേർന്നു. എന്തെല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദുരിതം
ദുരിതം മാറിയില്ല. ദുരിതം മാറിയത് എപ്പോഴാണെന്നറിയാമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് യേശു എഴുന്നള്ളി വന്നു. കർത്താവ് യേശുവിനെ എൻ്റെ ഹൃദയത്തിന് നാഥനായി സ്വീകരിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മധുരതരമായൊരു പദമാണ് മാനസാന്തരം. ആളുകൾ കളിയാക്കുമെങ്കിലും എനിക്കത് വളരെ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ടു. ജീവിതം ക്രിസ്തുവിന് കൈമാറി. യേശു ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനന അനുഭവം ലഭിച്ചു. ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വീണ്ടും ജനനം ഞാൻ അനുഭവിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അതോടുകൂടി കുടുംബത്തിൻ്റെ ക്ലേശങ്ങൾ മാറി. അതോടുകൂടി ശാപങ്ങൾ മാറി. അതോടുകൂടി ദുരിതങ്ങൾ മാറി. അതോടുകൂടി അമ്മയുടെ മുഖം പ്രസന്നമായി. അമ്മ സന്തോഷിച്ചു. അമ്മ ആനന്ദിച്ചു. അമ്മ സമാധാനം അനുഭവിച്ചു. ഞങ്ങളുടെ കുടുംബം സന്തോഷമായി. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ വ്രണം നിറഞ്ഞ അനുഭവത്തിലിരിക്കുന്ന അനേകരിവിടെയുണ്ട്. പാപം മൂലം ആത്മാവിൽ കുഷ്ഠം ബാധിച്ച അനുഭവത്തിൽ വ്രണം നിറഞ്ഞവരായിരിക്കുന്നവർ അനേകരുണ്ട്. ചെയ്ത കാര്യങ്ങളൊന്നും ഫലപ്പെട്ടില്ല. ഇനി എന്താണ് ചെയ്യാനുള്ളത്? വരിക, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. പാവിനിയായ സ്ത്രീയെ പോലെ 2 തുള്ളി അനുതാപത്തിന് കണ്ണീര് ഒഴിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദത്തിൽ വരിക. അതാണ് പിതാക്കന്മാർ പാടിയത്. നമുക്കൊന്ന് ചേർന്ന് പാടാം. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു. ശരണമെനിക്കില്ല വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി. അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വ്രണമോ കഠിനം നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നോനും നൽവൈദ്യ നിന്നെ ഔഷധ ഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. അജമോ മാടോ ചെങ്ങാനിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കുന്നില്ല. ശമോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ണൻ മേദയ തോന്നണമേ. ശമോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേദയ തോന്നണമേ. കർത്താവേ, തിരുമുൻപാകെ കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഒരു കാളക്കിടാവിനെ കൊണ്ടുവന്ന് അർപ്പിക്കാമായിരുന്നു, പക്ഷെ എനിക്കില്ല. ഒരു ആട്ടിൻകുട്ടിയെ കോലാട്ടിൻകുട്ടിയെ കൊണ്ട് അർപ്പിക്കാമായിരുന്നു, അതും എനിക്കില്ല. കർത്താവേ, ഒരു കുറുപ്രാവിനെ അർപ്പിക്കാൻ അതുമില്ല എൻ്റെ അടുക്കൽ. ഒരു ചങ്ങാലിയെപ്പോലും യാഗം കഴിക്കാൻ എൻ്റെ കയ്യിലില്ല. കർത്താവേ, എനിക്ക് അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണീര്. തെറ്റ് പറ്റിപ്പോയല്ലോ. പ്രതിസന്ധി വരുത്താൻ വകയില്ലല്ലോ. വീട്ടാൻ വകയില്ലല്ലോ. മാർഗമില്ലല്ലോ. പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ലല്ലോ. നാഥ, ഞാൻ എളിമയോടെ അനുതാപത്തോടെ മുൻപാകെ വരികയാണ്. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. അജമോ മാടോ ചെങ്ങാനിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കുന്നില്ല. ശമോൻ തൻ ഭവനേ വന്ന
സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. സ്നേഹിതരെ, ഇന്ന് ഈ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരാൻ പറ്റിയ അവസരമാണ്. നിങ്ങളതിന് യെരൂശലേം തീർത്ഥയാത്രയ്ക്ക് പോകണ്ട, ബേത്ലഹേം പുൽക്കൂട് വരെ തീർത്ഥയാത്രയ്ക്ക് പോകണ്ട, നിങ്ങൾ ഗോകുൽത്താ വരെ യാത്ര ചെയ്ത് പോകണ്ട. ഞാൻ അനുഭവിക്കുന്ന കാര്യം പറയാം. നിങ്ങളിരിക്കുന്നിടത്ത് യേശു വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളൊന്ന് താഴ്ത്തിയാൽ മതി. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എൻ്റെ കർത്താവേ, തിരുമുൻപാകെ നിൽപ്പാൻ യോഗ്യനല്ല. കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് നീ വരാനും ഞാൻ പോരാത്തവനാണ്, യോഗ്യനല്ല. എൻ്റെ കർത്താവേ, എന്നോട് നീ മനസ്സറിയണം. എൻ്റെ കുറവുകൾ നീ ഓർക്കരുത്. നിൻ്റെ തിരുവിലാവിൽ നൊഴിയ രക്തത്താൽ എനിക്കൊരു പാപമോചനം തരണം. നിൻ്റെ ഹൃദയത്തിൽ നൊഴിയ രക്തത്താൽ എനിക്ക് പാപക്ഷമ തരണം. കർത്താവേ, എൻ്റെ ആന്തരാത്മാവിനെ നീ കഴുകണം. എനിക്ക് ശരീരം കഴുകാൻ പറ്റും, കുളിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ ഹൃദയം ഞാൻ എങ്ങനെ കഴുകും? എനിക്ക് എൻ്റെ ആത്മാവിനെ കഴുകാൻ പറ്റുകയില്ലല്ലോ. നാഥ, അതിനു വേണ്ടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത്. എൻ്റെ ആത്മാവിനെ കഴുകാനാണല്ലോ നീ കുരിശിൽ രക്തം ചിന്തിയത്. എനിക്ക് പറ്റിയ പിഴകൾ മാറ്റി തരാനാണല്ലോ നീ കുരിശിൽ മരിച്ചത്. എണ്ണിയാൽ തീരാത്ത പാപങ്ങളല്ലോ എനിക്ക് വന്നത്. ആരുടെ അടുക്കലും തുറന്നു പറയാൻ വയ്യാത്ത രീതിയിലാണല്ലോ എൻ്റെ പാപങ്ങൾ. എൻ്റെ നാഥ, ആര് കേട്ടാലും നെറ്റി ചുളിക്കുക മാത്രമല്ല, എന്നെ അകറ്റി നിർത്തുമല്ലോ. എൻ്റെ കർത്താവേ, ദുർഗന്ധമരീമസമായ ഒരു ജീവിതമാണല്ലോ എൻ്റേത്. എൻ്റെ ഹൃദയം എത്ര ദുഷ്ടഹൃദയമാണ്. പുറമേ പാവമില്ലാത്തപ്പോഴും ഞാൻ എത്ര പാപിയാണ് അകത്ത്. എൻ്റെ ദൈവമേ, എൻ്റെ അകത്തെ ചിന്തകൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മോഹങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഓർമ്മകൾ എല്ലാം അശുദ്ധമാണല്ലോ. നാഥ, എന്നെ നീ കഴുകണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. സ്നേഹിതരെ, നിങ്ങൾക്കിപ്പോൾ കരയാം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. ദാവീദിൻ്റെ പാപം മാറ്റി, ക്ഷാമം മാറ്റി, ദാവീദിന് ഐശ്വര്യം കൊടുത്ത ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ, ക്ഷാമം മാറ്റി ക്ഷേമം നൽകണമേ. എൻ്റെ കുടുംബത്തിലെ ക്ഷാമം മാറ്റണമേ. എൻ്റെ ജീവിതത്തിലെ കെടുതി മാറ്റണമേ. സ്നേഹമില്ലാത്ത ഹൃദയത്തിലേക്ക് സ്നേഹം പകരണമേ. സമാധാനമില്ലാത്ത കുടുംബത്തിലേക്ക് സമാധാനം തരണമേ. ഐക്യമില്ലാത്ത കുടുംബത്തിലേക്ക് ഐക്യം പകരണമേ. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമേ. എന്നെ നീ തുടരണമേ. നിന്റെ തൃക്കരം വെച്ച് എന്നെ ആശീർവദിക്കണമേ. നിന്റെ ആണിപ്പാടുകാരനെ തലമേൽ വെക്കണമേ. എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത് എന്നെ നിൻ്റെ മകനും അവകാശിയുമാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ മകളും അവകാശിയുമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു നിങ്ങളെ തൊടുന്ന സമയമാണ്. യേശു നിങ്ങളെ സന്ദർശിക്കുന്ന സമയമാണ്. യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന സമയമാണ്. യേശു നിങ്ങളുടെ പാപക്കറകൾ കഴുകി മാറ്റുന്ന സമയമാണ്. പാപം ക്ഷമിച്ച് കിട്ടുക, അതല്ലയോ ഭാഗ്യം, അതല്ലയോ അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. മീഖാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. മീഖാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അകൃത്യം ക്ഷമിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. അകൃത്യം ക്ഷമിക്കുന്ന ദൈവം, പാപം മോചിക്കുന്ന ദൈവം, അനർത്ഥങ്ങൾ മാറ്റിത്തരും ദൈവം, ജീവനുള്ള ദൈവം, അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനാണ്. നമുക്ക് വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദയയിലല്ലോ ദൈവത്തിന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. അതറിയുമ്പോഴാണ് സ്തോത്രം വരുന്നത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഗിവിങ് എ സെക്കൻഡ് ചാൻസ്. വീണ്ടും കരുണ കാണിക്കും. സെക്കൻഡ് ചാൻസ് തരും. വീണ്ടും ചാൻസ് തരും. കഴിഞ്ഞതെല്ലാം മറക്കും. ബോർഡിൽ എഴുതിയതെല്ലാം മായ്ക്കും. പിന്നെ അതെന്താ എഴുതിയെന്ന് ആരെങ്കിലും വായിക്കാൻ പറ്റുമോ? മാഞ്ഞു പോയില്ലേ? മാഞ്ഞു പോയല്ലോ. നമ്മുടെ ജീവിതത്തിൽ എഴുതിയതെല്ലാം മാഞ്ഞു പോകും. നമ്മുടെ ജീവിതമാകുന്ന ഈ കടലാസിൽ എഴുതിയതെല്ലാം മാഞ്ഞു പോകും. അതെങ്ങനെയാണ് മായ്ക്കുന്നത്? യേശുവിൻ്റെ രക്തം വന്നെല്ലാം മായ്ച്ചു കളയും. സ്നേഹിതരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളെ ക്രിസ്തുവിൻ്റെ രക്തം ആവരണം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ ആവരണം ചെയ്യും, നിങ്ങളെ പൊതിയും. തിരുരക്തം നിങ്ങളെ പൊതിയും. ആ തിരുരക്തത്തിൽ പാപങ്ങളെല്ലാം മറഞ്ഞു പോകും. പിശാച് നോക്കുമ്പോൾ പാപം കാണുന്നില്ല, പിന്നെ എങ്ങനെ അവകാശം പറയും? സാത്താൻ നോക്കുമ്പോൾ പാപം കാണുന്നില്ല, സാത്താൻ അമ്പരപ്പോട് ഓടി നടക്കും. പാപം എന്തുണ്ട്? ഇല്ല, കാണുന്നതല്ല യേശുവിൻ്റെ രക്തം. അവൻ പേടിച്ചു മാറും. യേശുവിൻ്റെ രക്തമാണ് പൊതിഞ്ഞു നിൽക്കുന്നത്, വേറൊന്നും കാണാനില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം വന്ന് പൊതിയുന്നത്
കഴിഞ്ഞതെല്ലാം മാഞ്ഞു പോകുന്നത്. കഴിഞ്ഞതൊന്നും പിശാച് കാണുകയില്ല, ദുഷ്ടപിശാച് കാണുകയില്ല, എല്ലാം മാഞ്ഞു പോകും. അനുസരണക്കേടുകൾ, അഹങ്കാരങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ അസംതൃപ്തികൾ, ജീവിതത്തിൽ വന്നുപോയ നിരാശകൾ, ജീവിതത്തിൽ വന്നുപോയ ഇഷ്ടക്കേടുകൾ, മുഷിച്ചിലുകൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ, പ്രതികാര വാഞ്ചകൾ, പ്രതികാരം ചെയ്തത് എല്ലാം മാഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രതിശാന്തി ചെയ്തു. എന്ത് പ്രതിശാന്തി ചെയ്തു? ദാവീദ് യാഗമർപ്പിച്ചു. നമുക്ക് വായിക്കാം 24-ാം അധ്യായം 21-ാം വാക്യം. യജമാനായ രാജാവ് അടിയൻ്റെ അടുക്കൽ വരുന്നത് എന്തെന്ന് അരവന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെ എന്ന് പറഞ്ഞു. അരവന ദാവീദിനോട്, യജമാനായ രാജാവിനെ ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മെതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാ, രാജാവേ, ഇതൊക്കെയും അരവന രാജാവിന് തരുന്നുവെന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവനയോട്, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് യാഗം കഴിക്കുക, തന്നെ യാഗമായി അർപ്പണം ചെയ്യുക. ദാവീദ് യാഗം കഴിക്കാൻ തയ്യാറായി. അബ്രഹാം യഥാസ്ഥാനപ്പെട്ടു, യാഗം കഴിച്ചു. ദാവീദ് യഥാസ്ഥാനപ്പെടാൻ യാഗം കഴിക്കാൻ തയ്യാറായി. യാഗം കഴിക്കാൻ അതിനെന്താണ് വേണ്ടത്? എല്ലാം കിട്ടി. അല്പം സ്ഥലം വേണം. അവിടെ അരവനായുടെ മെതിക്കളം കിട്ടി. മെതിക്കളം, യബൂസ്യനായ ഓർന്നാൻ്റെ മെതിക്കളം കിട്ടിയതാണ്. അരവനായ എന്ന് പറയുന്നത് ഓർന്നാൻ എന്ന് പറയുന്ന ഒന്ന് തന്നെ. ഓർന്നാൻ്റെ മെതിക്കളം കിട്ടിയപ്പോൾ ദാവീദ് പറഞ്ഞു, ഇതിൻ്റെ വില എന്താണ് ഞാൻ തരേണ്ടത്? അയ്യോ യജമാനെ, ഇത് മുഴുവൻ അങ്ങേക്ക് ഇഷ്ടം പോലെ എടുക്കാം, ഞാൻ സൗജന്യമായി തന്നിരിക്കുന്നു, അതിനെനിക്ക് ഒന്നും വേണ്ട. ഇല്ലില്ല, എൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ഞാൻ വില തരാതെ വാങ്ങുകയില്ല. യാഗം വിലയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതം യാഗമായി അർപ്പിക്കണം. അത് കോസ്റ്റ്ലിയാണ്. ആക്ഷേപം ഏൽക്കേണ്ടി വരും, പരിഹാസം ഏൽക്കേണ്ടി വരും. പലരും ഒറ്റപ്പെടുത്തും, ചിലർ തെറ്റിദ്ധരിക്കും, ചിലർ അറപ്പോടെ കാണും, ചിലർ വെറുപ്പോടെ നോക്കും, ചിലർ നിങ്ങളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കും. എല്ലാ തെറ്റിദ്ധാരണകളും എതിർത്ത് വരും. ഒന്നും സാരമില്ല, വില കൊടുക്കുക. അതാണ് വില. വില കൊടുത്ത് വാങ്ങണം. നിങ്ങൾ ഈ യാഗം കഴിക്കാൻ വില കൊടുക്കണം, അതിൻ്റെ കോസ്റ്റ് കൊടുക്കണം. അത് നിസ്സാര കാര്യമല്ല. യേശു ക്രിസ്തുവിന് യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ യേശു പോയി അതേ ചാലുകളിലൂടെ പോകുക എന്നാണ് അർത്ഥം. യേശുവിൻ്റെ പാദത്തെ പിന്തുടരുക എന്നാണ് അർത്ഥം. യേശു പോയി അതേ കാൽ ചുവടുകളെ പിന്തുടരുക, നിന്ന വഹിക്കുക, ആക്ഷേപം സഹിക്കുക, പരിഹാസം ഏൽക്കുക, എല്ലാവരും അപമാനിക്കട്ടെ, എല്ലാ തരത്തിലും ഉപദ്രവങ്ങൾ ഏൽക്കട്ടെ, എന്നാലും കർത്താവേ, നിൻ്റെ സ്വഭാവം ഞാൻ മാറുകയില്ല, നിൻ്റെ സ്വഭാവം ഞാൻ വിട്ടുകളയുകയില്ല, നിൻ്റെ ഭാവത്തോടെ ഞാൻ നിൽക്കും. യേശു എങ്ങനെ കാണുന്നു അതുപോലെ ഞാൻ നിൽക്കും. യേശുവിൻ്റെ ഭാവത്തോടെ നിൽക്കാൻ തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത് വാങ്ങുക. ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് വില കൊടുത്ത് ചെയ്യേണ്ടതാണ്. വില കൊടുത്ത്, വളരെ വിലയേറിയതാണ് ആ ക്രിസ്തീയ ജീവിതം. വിലയേറിയ ക്രിസ്തീയ ജീവിതം വില കൊടുത്ത് സമ്പാദിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രാഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നു, യൗസേപ്പിൻ്റെ കാലത്ത് ക്ഷാമം വന്നു, ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ക്ഷാമം കാണാം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 15:14. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. ദേശത്ത് കഠിനക്ഷാമമുണ്ടായി. നല്ല ഓജസ്സുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൻ്റെ ഇളയ മോൻ, നല്ല സുന്ദരനായ യുവാവ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. കുറേ നാളായി അവൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട്, എന്നാലും ഞാൻ പ്രായമായി വരില്ലേ, എന്നും ഇങ്ങനെ അപ്പൻ്റെ അടിമത്തിൽ കഴിയുക, എല്ലാം അപ്പൻ്റെ ചൊൽപ്പടിക്ക്. എനിക്കില്ലേ, ഞാനില്ലേ, എനിക്കൊരു വ്യക്തിത്വമില്ലേ, എല്ലാം ഇങ്ങനെ അപ്പൻ പറയുന്നത് ചെയ്യാവൂ, ഇങ്ങനെയൊരു ചൊൽപ്പടിക്ക് നിൽക്കുക. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം വേണ്ടേ, മനുഷ്യനായ സ്വാതന്ത്ര്യം വേണ്ടേ? കുറേ നാളായി മനസ്സിൽ ഇത് ഉരുണ്ടുകൂടിയിട്ട് ഈ ചിന്ത. അവൻ അപ്പൻ്റെ മുമ്പിലേക്ക് ഒരു ദിവസം ചെന്നു. അപ്പാ, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് തരണം, പറഞ്ഞ വാക്ക് അങ്ങനെയല്ല. എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. എൻ്റെ ഓഹരി, എൻ്റെ ഷെയറിങ് തരണം. വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം ചോദിച്ചതാണ്. ചോദ്യം അല്പം കനിപ്പിച്ചു തന്നെയാണ്. കാരണം അവൻ ധൈര്യം സംഭരിച്ചാണ് ചോദിക്കുന്നത്. ആഠ്യത്വമുള്ള, കുലീനത്വമുള്ള, ആഭിജാത്യമുള്ള തറവാട്ടിൽ അപ്പൻ വളരെ സ്നേഹവും
ഗൗരവബോധമുള്ള ആ നല്ല പിതാവിൻ്റെ അടുക്കൽ ഇവൻ ആദ്യം ചെല്ലാൻ മടിച്ചാണ് ചെന്നത്. പക്ഷേ ധൈര്യം സംഭരിച്ചവൻ പറയുകയാണ്, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. അപ്പനൊന്ന് അമ്പരുന്നു. ഇവൻ എന്നാ പറ്റിയേ, ഈ കൊച്ചിന് എന്നാ പറ്റി? ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നല്ല അനുസരണമുള്ള കുട്ടിയായിരുന്നല്ലോ. ഇവൻ എന്തൊക്കെ കുറേ ദിവസങ്ങളായി അവൻ്റെ മുഖത്തൊരു ഭാവഭേദമുണ്ട്. എന്താണ് ഇങ്ങനെ അവൻ ഇങ്ങനെ എന്നോട് ചോദിക്കാൻ എന്തായിരിക്കും കാര്യം? അപ്പൻ ഒന്ന് ആലോചിച്ചു. അപ്പൻ പയ്യെ എഴുന്നേറ്റു, എല്ലാം തയ്യാറാക്കി. അപ്പനെല്ലാം ശരിയാക്കി അവൻ്റെ സ്വത്ത്, അവൻ്റെ ഓഹരി അവന് കൊടുത്തു. അപ്പൻ നീതിമാനായ ഒരപ്പനാണ്. അവൻ ശരിയായ ഒരു വാത്സല്യമുള്ളൊരപ്പനാണ്. അവൻ്റെ സ്വാതന്ത്ര്യം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. അവന് തടഞ്ഞില്ല. വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് അവൻ ചോദിച്ചു, വരേണ്ടുന്ന പങ്ക് കൊടുത്തു. അവനെല്ലാം സ്വരൂപിച്ചു. എന്നിട്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. വേദപുസ്തകത്തിലെ ഓരോ വാക്കുകളും വളരെ അർത്ഥവത്താണ്. അപ്പനിൽ നിന്ന് ഓരോ ചുവട് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പൻ സ്വർഗീയ പിതാവിൻ്റെ പ്രതീകമാണ്. നിത്യസ്നേഹമായ നിത്യപിതാവിൻ്റെ പ്രതീകമാണ് ഈ അപ്പൻ. മകൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. നാം ഓരോരുത്തരും പലപ്പോഴും അപ്പനോട് പലതും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഴയ കാലത്തേക്ക് നാം തിരിഞ്ഞു നോക്കണം. നടന്നു പോകുന്ന കാലങ്ങൾ, നാം ഇവിടം വരെ എത്തിയ കാലങ്ങൾ നാം തിരിഞ്ഞു നോക്കണം. പണ്ട് നാം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നാം തിരിഞ്ഞു നോക്കണം. എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു നാം തിരിഞ്ഞു നോക്കണം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, എല്ലാവരെയും തൊട്ടതിനായി സ്തോത്രം, എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം, സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ അരുമകരം കർത്താവേ രോഗിയുടെ മേൽ വെച്ചതിനായി സ്തോത്രം, സൗഖ്യം പകർന്നതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.